കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. രാവണ രാക്ഷസൻ്റെ കൊട്ടാരത്തിൽ ഏകയായി ദുഃഖിതയായിരിക്കുന്ന സീതയെയാണ് നമ്മൾ കാണുന്നത്. ഞാനിവിടെ എത്ര കാലം ഇനി കഴിയേണ്ടി വരും, രഘുനാഥൻ എപ്പോഴാണ് എന്നെ തേടി ഇങ്ങോട്ടേക്ക് വരിക എന്നൊക്കെ ഓർത്ത് ദുഃഖിച്ചിരിക്കുകയാണ് സീത. ഉഷസി നിശിചരികളിവരുടലുമമ ഭക്ഷിക്കും ഉറ്റവരായിട്ടൊരുത്തരുമില്ലമേ. മരണമിഹ വരുവതിനുമൊരു കഴിവു കണ്ടീല മാനവവീരനുമെന്നേ മറന്നിതു. കളവനിഹ വിരവിനൊടു ജീവനമദ്യ ഞാൻ കാകുൽസ്ഥനും കരുണാഹീനനെത്രയും. മനസി മുഹുരിമ പലതുമോർത്തു സന്താപേന മന്ദമന്ദമെഴുന്നേറ്റു നിന്നാകുലാൽ. തരളതര ഹൃദയമൊടു ഭർത്താരമോർത്തോർത്തു താണുകിടന്നൊരു ശിംശപാശാഖയും. സഭയ പരവശതരളമാലംബ്യ ബാഷ്പവും സന്തതം വാർത്തുവിലാപം തുടങ്ങിനാൾ. പവനസുതനിവ പലവുമാലോക്യ മാനസേ പാർത്തു പതുക്കേ പറഞ്ഞു തുടങ്ങിനാൻ. ജഗദമലൻ നയവരത ഗോത്രേ ദശരഥൻ ജാതനായാൻ അവൻ തന്നെ പുത്രനായി. രതിരമണ തുല്യരായി 4 പേരുണ്ടിതു രാമഭരത സൗമിത്രി ശത്രുഘ്നന്മാർ. രജനി ചരകുലനിധനഹേതുഭൂതൻ പിതുരാജ്ഞയാ കാനനം തന്നിൽ വാണിടിനാൻ. ജനകനൃപസുതയും അവരജനുമായി സാദരം ജാനകീ ദേവിയെ തത്ര ദശാനനൻ. കപടയതിവേഷമായി കട്ടുകൊണ്ടിടിനാൻ. കാണാഞ്ഞു ദുഃഖിച്ചു രാമനും തമ്പിയും വിപിന ഭുവി വിരവൊടു തിരഞ്ഞു നടക്കുമ്പോൾ വീണുകിടക്കും ജടായുവിനെ കണ്ടു. പരമഗതി പുനരവനു നൽകിയ മാല്യവൽ പാർവത പാർശ്വേ നടക്കും വിധൗ തഥാ. തരണിസുതനോടു സപതി സഖ്യവും ചെയ്തിതു സത്വരം കുന്നിതു ശക്രസുതനെയും. തരണിതനയനുമഥ കപീന്ദ്രനായി വന്നിതു തൽ പ്രത്യുപകാരമാശു സുഗ്രീവനും. കപിവരരവിരവിനോടു 4 ദിക്കിങ്കലും കണ്ടുവരുവാനയച്ചോരനന്തരം പുനരവലിരൊരുവനഹമത്ര വന്നിടിനേൻ. പുണ്യവാനായ സമ്പാദിതൻ വാക്കിനാൽ. ഹനുമാൻ ആ ശിംശഭാവൃക്ഷത്തിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ട് താൻ എങ്ങനെ ഇവിടെ എത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ ഒച്ചത്തിൽ പറയുകയാണ്. ജലനിധിയുമൊരു ശതകയോജനാവിസ്തൃതം ചെമ്മേ കുതിച്ചു ചാടിക്കടന്നീടിനേൻ. രജനിചരപുരിയിൽ മുഴുവൻ തിരഞ്ഞേനഹം രാത്രിയിലത്ര താദാനുഗ്രഹവശാൽ. തരുനികരവരമരിയ ശിംശപാവൃക്ഷവും തന്മൂലദേശേ ഭവതിയേയും മുതാ. കനിവിനോടു കണ്ടു കൃതാർത്ഥനായേനഹം കാമലാഭാൽ കൃതകൃത്യനായിടിനേൻ. ഭഗവതനുചരലിലഹമഗ്രേസരൻ മമ ഭാഗ്യമഹോ മമ ഭാഗ്യം നമോസ്തുതേ. പ്ലവകുലവരനിധി പറഞ്ഞടങ്ങിടിനാൻ. പിന്നെ ഇളകാതിരുന്നാനരക്ഷണം.
കിമിതി രഘുകുലവര ചരിത്രം ക്രമേണമേ കീർത്തിച്ചിതാകാശമാർഗേ മനോഹരം. പവനനൊരു കൃപയൊടു പറഞ്ഞു കേൾപ്പിക്കയോ പാപിയാമെന്നുടെ മാനസഭ്രാന്തിയോ. സുചിരതരമൊരു പൊഴുതുറങ്ങാതെ ഞാനിഹ സ്വപ്നമോ കാൺമാനവകാശമില്ലല്ലോ. സരസതരപതി ചരിതമാശു കർണാമൃതം സത്യമായി വന്നിതാവൂ മമ ദൈവമേ. ഒരു പുരുഷനിതു മമ പറഞ്ഞുവെന്നാകിലത്യുത്തമൻ മുമ്പിൽ മേ കാണായി വരേണമേ. ജനകദുർവിദു ദുഹിർദ് വചനം കേട്ടു മാരുതി ജാതമോദം മന്ദമന്ദമിറങ്ങിനാൻ. വിനയമൊടും അവനി മകൾ ചരണനളിനന്തികെ വീണു നമസ്കരിച്ചാൻ ഭക്തിപൂർവകം. തൊഴുതു ചെറുതകലയവനാശു നിന്നിടിനൻ തുഷ്ട്യാ കലപിംഗതുല്യ ശരീരനായി. ഇവിടെ നിശിചരപതി വലിമുഖവേഷമായെന്നെ മോഹിപ്പിപ്പതിന്നു വരികയോ. ശിവ ശിവ കിമിതി കരുതി മിഥില നൃപപുത്രിയും ചേതസി ഭീതി കലർന്നു മരുവിനാൾ. കുസൃതി ദശമുഖനു പെരുതെന്നു നിരൂപിച്ചു കുമ്പിട്ടിരിക്കുന്നതു കണ്ടു കവീന്ദ്രനും ശരണമിഹ ചരണ സരസിജമഖില നായികേ. ശങ്കിക്ക വേണ്ട കുറഞ്ഞൊന്നുമെന്നെ നീ. തവ സജീവനഹമിഹ തഥാവിധനല്ലഹോ. ദാസോസ്മി കോസലേന്ദ്രസ്യ രാമസ്യ ഞാൻ. സുമുഖീ കപികുലതിലകനായ സൂര്യാത്മജൻ സുഗ്രീവഭൃത്യൻ ജഗൽ പ്രാണനന്ദനൻ. കപടമൊരുവരുടുമൊരു പൊഴുതുമറിയും നീല കർമ്മണാവാചാ മനസാപി മാതാവേ. തൻ്റെ സത്യാവസ്ഥ ഹനുമാൻ സീതാമാതാവിനെ ധരിപ്പിക്കുകയാണ്. അല്പം പോലും മനസ്സിൽ കാപട്യമില്ലാത്ത സത്യസന്ധനായ ആളാണ് ഞാൻ, രാമൻ്റെ ഭക്തനാണ്, രാമദൂതനാണ് എന്നൊക്കെ ഹനുമാൻ പറയാണ്. പവനസുത മധുരതരവചനമതു കേട്ടുടൻ പത്മാലയാദേവി ചോദിച്ചിതാദരാൽ. ഹൃദമൃജു മൃദുസ്ഫുടവർണവാക്യം തെളിഞ്ഞിങ്ങനെ ചൊല്ലുന്നവർ കുറയും തുലോം. സദയമിഹവതമനുജവാനരജാതികൾ തങ്ങളിൽ സംഗതി സംഭവിച്ചിടുവാൻ. കലിതരുചി ഗഹന ഭുവി കാരണമെന്തെടോ കാരുണ്യവാരാന്നിധേ കപികുഞ്ചരാ. തിരുമനസി ഭവതി പെരികെ പ്രേമമുണ്ടെന്നതെന്നോടു ചൊന്നതിൻ മൂലവും ചൊല്ലു നീ. ശൃണുസുമുഖി നിഖിലമഖിലേശ വൃത്താന്തവും ശ്രീരാമദേവനാണേ സത്യമോമലേ. ഭവതി പതിവചനമവലംബ്യം രണ്ടംഗമായാശ്രയാശങ്കലും ആശ്രമത്തിങ്കലും മരുവിനതു പൊഴുതിലൊരു കനകമൃഗമാലോക്യമാനിനു പിമ്പേ നടന്നു രഘുപതി. നിശിതര വിശിഖഗണചാപവുമായി ചെന്നു നീചനാം മാരീജനെ കൊന്നു രാഘവൻ. ഉടനുടലുമുലയെ മുഹുരുടുച ഭുവി വന്ന പോതുണ്ടായ വൃത്താന്തമോ പറയാവതോ. ഉടനവിടെ അടവിയിലിടയെ നോക്കി മുട്ടു കരഞ്ഞു തിരിഞ്ഞുടലും വിധൗ. ഗഹനഭുവി ഗഗനചരപതി ഗരുഡ സന്നിഭൻ കേണുകിടക്കും ജടായുവിനെ കണ്ടു അവനുമതവചരിതമഖിലമറിയിച്ചളവാശു കൊടുത്തിതു മുക്തിപക്ഷീന്ദ്രനും. പുനരടവികളിൽ അവരജേന സാഗം ദ്രുതം പുക്കൂതിരഞ്ഞു
കബന്ധഗതി നൽകി. ശബരിമരുവിന മുനിവരാശ്രമേ ചെന്നുടൻ ശാന്താത്മകൻ മുക്തിയും കൊടുത്തിടിനാൻ. അധ ശബരി വിമല വചനേന പോന്നൃശ്യമൂകാദ്രി പ്രവര പാർശ്വേ നടക്കും വിധൗ. തപനസുതതിനു ഇരുവരെയുമഴകിനൊടു കണ്ടതി താൽപര്യമുൾക്കൊണ്ടയച്ചിതെന്നെ തഥാ. ബദരവികുലോത്ഭവന്മാരുടെ സന്നിധൗ ബ്രഹ്മചാരീ വേഷമാലംബ്യ ചെന്നു ഞാൻ. നൃപതി കുലവര ഹൃദയമഖിലവുമറിഞ്ഞതീ നിർമ്മലന്മാരെ ചുമലിയിലെടുത്തുടൻ. തരണിസുത നികടഭുവി കൊണ്ടു ചെന്നീടിനേൻ. സഖ്യം പരസ്പരം ചെയ്യിച്ചിതാശു ഞാൻ. ദഹനനെയും അഴകിനോടു സാക്ഷിയാക്കിക്കൊണ്ടു ദണ്ണമിരുവർക്കും ആശു തീർത്തിടുവാൻ. തപനസുത ഗൃഹിണിയെ ബലാലടക്കിക്കൊണ്ട താരാപതിയെ വധിച്ചു രഘുവരൻ. ദിവസകരതനയനു കൊടുത്തിതു രാജ്യവും ദേവിയെ ആരാഞ്ഞു കാൺമാൻ കപീന്ദ്രനും. പ്ലവക കുലപരിവൃഢരെ നാലുദിക്കിങ്കിലും പ്രത്യേകമേ കൈകലക്ഷം നിയോഗിച്ചാൻ. അതു പൊഴുതു രഘുപതിയും അലിവൊടരികെ വിളിച്ചങ്കുലീയം മമ കയ്യിൽ നൽകിയിടിനാൻ. ഇതു ജനക നൃപതി മകൾ കയ്യിൽ കൊടുക്ക നീ എന്നുടെ നാമാക്ഷരാന്വിതം പിന്നെയും. സപതി തവ മനസി ഗുരുവിശ്വാസസിദ്ധയെ സാദരം ചൊന്നാൻ അടയാളവാക്യവും. അതു ഭവതി കരതളിരിൽ ഇനി വിരവിൽ നൽകുവനാലോകയാലോകയാനന്ദ പൂർവകം. ഇതി മധുരതരമനിലതനയനുര ചെയ്തുടനിന്ദിരാ ദേവിതൻ കയ്യിൽ നൽകിയിടിനാൻ. പുനരധിക വിനയമൊടു തൊഴുതൊഴുതു ആദരൽ പിന്നോക്കിൽ വാങ്ങി വണങ്ങി നിന്നിടിനാൻ. മിഥില നൃപസുതയുമതു കണ്ടു അതിപ്രീതയായി മേന്മേലൊഴുകുമാനന്ദ ബാഷ്പാകുലം. രമണമിവ നിജ ശിരസി കനിവിനോടു ചേർത്തിതു രാമനാമാങ്കിത മംഗുലീയം മുദാ. പ്ലവകുല പരിവൃഢ മഹാമതിമൻ ഭവാൻ പ്രാണദാതാ മമ പ്രീതികാരി ദൃഢം. ഭഗവതി പരാത്മനി ശ്രീനിധൗ രാഘവേ ഭക്തനതീവ വിശ്വാസ്യന്തയാപരൻ. പല ഗുണവുമുടയവരെ ഒഴികെ മറ്റാരെയും ഭർത്താവയൈക്കയുമില്ലമൽ സന്നിധൗ. മമ സുഖവും അനുദിനമിരിക്കും പ്രകാരവും മൽപരിതാപവും കണ്ടുവല്ലോ ഭവാൻ. കമലദല നയനൻ അകതളിരിലിനി മാം പ്രതി കാരുണ്യമുണ്ടാം പരിചറിയിക്ക നീ. സീതാദേവിയും സന്തോഷിക്കുകയാണ്. രാമൻ തൻ്റെ നാമം മുദ്രണം ചെയ്ത മോതിരം ഹനുമാൻ്റെ കയ്യിൽ കൊടുത്തയച്ചു. അത് സീതയിലെത്തുകയാണ്. രാമൻ ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. എത്ര ലക്ഷം വാനരന്മാർ സീതയെ അന്വേഷിച്ച് പോയാലും സീതയെ കണ്ടെത്തുന്നത് ഹനുമാനായിരിക്കും എന്ന് രാമന് ഉറച്ച ബോധ്യമുണ്ട്. ബ്രഹ്മചര്യത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. ബ്രഹ്മചാരിയായ ഹനുമാൻ തൻ്റെ മനസ്സ് ലക്ഷ്യത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പുറപ്പെടുകയാണെന്ന് രാമന് ബോധ്യമുണ്ടായിരുന്നു. നാം നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ ലക്ഷ്യം മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് യാതൊരു വിധത്തിലുള്ള പ്രകോപനങ്ങൾക്കും പ്രലോഭനങ്ങൾക്കും വഴിപ്പെടാതെ മുന്നേറുകയാണെങ്കിൽ ഒരു തടസ്സവുമില്ലാതെ ലക്ഷ്യത്തിലെത്തിച്ചേരും എന്നതിൻ്റെ ദൃഷ്ടാന്തം കൂടിയാണ് രാമായണത്തിലെ ഈ ഒരു ഭാഗം. രജനിചരവരനശനമാക്കുമെന്നെ കൊണ്ടു 2 മാസം കഴിഞ്ഞാലെന്നു നിർണയം. അതിനിടയിൽ വരുവതിനു വേല ചെയ്തിടു നീ അത്ര നാളും പ്രാണനെ ധരിച്ചിടുവൻ. ത്വരിതമിഹ ദശമുഖനെ നിഗ്രഹിച്ചെന്നുടെ ദുഃഖം കളഞ്ഞു രക്ഷിക്കെന്നു ചൊല്ലു നീ.
അനിലതനയനും അഖില ജനനിവചനങ്ങൾ കേട്ടാകുലം തിരുവാനാശു ചൊല്ലിടിനാൻ. അവനിപതിസുതനോടടിയൻ ഭവദ്വാർത്തകളങ്ങുണർത്തിച്ചു കൂടുന്നതിൻ മുന്നമേ അവരജനും അഖില കപികുലബലവുമായി മുതിർന്നാശു വരുമതിനില്ലൊരു സംശയം. സുതസജീവ സഹജ സഹിതം ദശഗ്രീവനെ സൂര്യാത്മജാലയത്തിനയയ്ക്കും ക്ഷണാൽ ഭവതിയെയും അതികരുണമഴകിനോടു വീണ്ടു നിൻ ഭർത്താവയോധ്യയ്ക്കെഴും നള്ളുമാതരാൽ ഇതി പവനസുതവചനമുടമയോടു കേട്ട പോതിന്ദിരാദേവി ചോദിച്ചരുളീടിനാൻ. ഇഹ വിതത ജലനിധിയെ നിഖില കപിസേനയോടേതൊരു ജാതി കടന്നു വരുന്നതും മനുജ പരിവൃഢനിധി വിചാരിച്ച നേരത്തു മാരുതി മൈഥിലിയോടു ചൊല്ലിടിനാൻ. മനുജ പരിവൃഢനെയും അവരജനെയും അമ്പോടു മറ്റുള്ള വാനര സൈന്യത്തെയും ക്ഷണാൽ മമ ചുമലിൽ വിരവിനോടൊടുത്തു കടത്തുവാൻ മൈഥിലി കിം വിഷാദം വൃഥാ മാനസേ. എങ്ങനെയാണ് ഈ മഹാസമുദ്രം ലംഘനം ചെയ്തുകൊണ്ട് രാമലക്ഷ്മണന്മാരും വാനരന്മാരും ഒക്കെ ഈ ലങ്കയിലേക്ക് എത്തുക എന്ന് സീത ചോദിക്കുമ്പോൾ അതിന് പറയുന്ന മറുപടി കേട്ടില്ലേ? ക്ഷണമാത്രം കൊണ്ട് എൻ്റെ ഈ ചുമലിൽ ഇവരെ മുഴുവൻ വഹിച്ച് കടത്താനുള്ള കെൽപ്പ് എനിക്കുണ്ട് അമ്മേ, അങ്ങ് വിശ്വസിച്ചാലും എന്ന് ഹനുമാൻ സീതാദേവിയോട് പറയാണ്. ലഘുതരമിതമിതരജനിചരകുലം അശേഷേണ ലങ്കയും ഭസ്മമാക്കിയിടുമനാകുലം ദ്രുതമതിനു സുതനു മമദേഹ്യനു ജ്ഞാമിനി ദ്രോഹം വിനാഗമിച്ചിടുവനോമലേ വിരഹകലുഷിത മനസി രഘുവരനുമാം പ്രതി വിശ്വാസമാശു വന്നിടുവാനായി മുതാ തരിക സരഭസമുരടയാളവാക്യം താവകം ചൊല്ലുവാനായി അരുൾ ചെയ്യണം. ഇതി പവനതനയ വചനേന വൈദേഹിയുമിത്തിരി നേരം വിചാരിച്ചു മനസേ. ഇപ്പോൾ ഹനുമാൻ പറയാണ്, രാമദേവൻ്റെ സമീപത്തേക്ക് തിരിച്ചു ചെന്ന് അവിടുത്തെ കണ്ട വൃത്താന്തങ്ങൾ പറയുമ്പോൾ അതിനൊരു തെളിവായിട്ട് എൻ്റെ കയ്യിൽ എന്തെങ്കിലും സന്ദേശം തന്നയക്കണം എന്ന് ഹനുമാൻ പറയാണ് സീതാദേവിയോട്. ചിഗുരഭരമതിൽ മരുവുമല ചൂടാമണി ചിന്മയി മാരുതി കയ്യിൽ നൽകിയിടിനാൾ. ചൂടാമണി തന്നെയാണ് സീത ഹനുമാൻ്റെ കയ്യിൽ നൽകുന്നത്. ശൃണുതനയ പുനരൊരടയാളവാക്യം ഭവാൻ ശ്രുത്വാധരിച്ചു കർണേ പറഞ്ഞിടു നീ. ഇനിയൊരു അടയാളവാക്യം കൂടി പറഞ്ഞു തരാം. സപതി പുനരതു തൊഴുതു വിശ്വാസമെന്നുടെ ഭർത്താവിനുണ്ടായി വരുമെന്നു നിർണയം ചിരമമിത സുഖമൊടുരു തപസി ബഹുനിഷ്ഠയാ ചിത്രകൂടാചലത്തിങ്കൽ വാഴും വിധൗ പലലമതു പരിചടുണക്കുവാൻ ചിക്കി ഞാൻ പാർത്തതും കാത്തരും നീടും ദശാന്തരെ തിരുമുടിയുമഴകിനൊടുമടിയിൽ മമ വെച്ചുടൻ തീർത്ഥപാദൻ വിരവോടുറങ്ങിടിനാൻ. ചിത്രകൂടത്തിലെ ഒരു മധ്യാഹ്ന സമയമാണ്. മടിയിൽ തലവെച്ചുറങ്ങുകയാണ് രാമദേവൻ. ചിത്രകൂടാചലത്തിങ്കൽ വാഴും വിധൗ പലലമതു പരിചടുണക്കുവാൻ ചിക്കി ഞാൻ പാർത്തതും കാത്തിരും നീടും ദശാന്തരെ തിരുമുടിയുമഴകിനൊടുമടിയിൽ മമ വെച്ചുടൻ തീർത്ഥപാദൻ വിരവോടുറങ്ങിടിനാൻ. അതു പൊഴുതിൽ അതിചപലനായ ശക്രാത്മജനാശു കാകാകൃതി പൂണ്ടുവന്നീടിനാൻ പല പൊഴുതു പലല ശകലങ്ങൾ കൊത്തിയിടിനാൻ ഭക്ഷിച്ചു കൊള്ളുവാനെന്നോർത്തു ഞാൻ തഥാ പരുഷതരമുടനുടനെടുത്തെറിഞ്ഞിടിനേൻ
പാഷാണജാലങ്ങൾ കൊണ്ടതു കൊണ്ടവൻ വപുഷി മമശിത ചരണ നഗരതുണ്ടങ്ങളാൽ വായ്പോടുകീറിനാനേറെ കുപിതനായി പരമപുരുഷനുമുടനുണർന്നു നോക്കും വിധൗ പാരമൊലിക്കുന്ന ചോര കണ്ടാകുലാൽ തൃണശകലമതികുപിതനായടുത്ത ശ്രമം ദിവ്യാസ്ത്രമന്ത്രം ജപിച്ചയച്ചിടിനാൻ സഭയമവൻ അഖില ദിശി പാഞ്ഞു നടന്നിതു സങ്കടം തീർത്തു രക്ഷിച്ചു കൊണ്ടിടുവാൻ അമരപതി കമലജഗിരീശ മുഖ്യന്മാർക്കും ആവതല്ലെന്നയച്ചോരവസ്ഥാന്തരെ രഘുതിലകനടിമലരിൽ അവശമൊടു വീണിതു രക്ഷിച്ചു കൊള്ളേണമെന്നേ കൃപാനിധേ. ജയന്തനെ ശിക്ഷിക്കുന്ന ഭാഗമാണിത്. അപരമൊരു ശരണമിഹ നഹി നഹി നമോസ്തുതേ ആനന്ദമൂർത്തേ ശരണം നമോസ്തുതേ ഇതി സഭയമടിമലരിൽ വീണുകേ നീടിനാൻ ഇന്ദ്രാത്മജനാം ജയന്തനുമന്നേരം സവിർദ് കുലതിലകനഥ സസ്മിതം ചൊല്ലിനാൻ സായകം നിഷ്ഫലമാകയില്ലെന്നുമേ അതിനു തവ നയനമതിലൊന്നു പോം നിശ്ചയമന്തരമില്ല നീ പോയിക്കൊള്ളുക നിർഭയം. രാമൻ പറയാണ് രാമസായകത്തിൻ്റെ പ്രത്യേകത അത് ലക്ഷ്യത്തെ മുൻനിർത്തി വിട്ടുകഴിഞ്ഞാൽ പിന്നെ പിൻവലിക്കുക സാധ്യമല്ല. അത് ലക്ഷ്യത്തെ ഭേദിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നിനക്ക് ശിക്ഷ ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ജയന്തൻ്റെ ഒരു കണ്ണ് നഷ്ടമാവുകയാണ്. ഇതി സദയം അനുദിവസമെന്നെ രക്ഷിച്ചവനിന്നുപേക്ഷിച്ചതെന്തെന്നുടേ ദുഷ്കൃതം ഒരു പിഴയുമൊരു പൊഴുവിൽ അവനോടു ചെയ്തില്ല ഞാനോർത്താലിതെന്നുടെ പാപമേ കാരണം. വിവിധമിതി ജനകദുബിത് ദുഹിർദ് വചനം കേട്ടു വീരനാം മാരുതപുത്രനും ചൊല്ലിനാൻ ഭവതി പുനരവിടെ മരുവീടുന്നതേതുമേ ഭർത്താവറിയായിക കൊണ്ടു വരാഞ്ഞതും ചടിതി വരുമിനി നിശിചരൗഘവും ലങ്കയും ശാഖാമൃഗാവലി ഭസ്മമാക്കും ദൃഢം പവനസുത വചനമിതി കേട്ടു വൈദേഹിയും പാരിച്ചമോദേന ചോദിച്ചരുളിനാൻ അധിക കൃശതരുനിഹ ഭവാൻ കപിവീരരും ഈ വണ്ണമുള്ളവരല്ലയോ ചൊല്ലു നീ നിഖില നിശിചരരചല നിഭവി വിപുലമൂർത്തികൾ നിങ്ങളവരോടെതിർക്കുന്നതെങ്ങനെ പവനജനും അവനിമകൾ വചനമതു കേട്ടുടൻ പർവ്വത തുല്യനായി നിന്നാൻ അതിദ്രുതം. ഈ മഹാരൂപികളായ രാക്ഷസന്മാരോട് നിങ്ങൾ വാനരന്മാരെങ്ങനെയാണ് ഏറ്റുമുട്ടുക? ഏറ്റുമുട്ടിയാൽ എങ്ങനെയാണ് രാക്ഷസന്മാരെ കീഴ്പ്പെടുത്താൻ കഴിയുക? സീതയ്ക്ക് സ്വാഭാവികമായൊരു സംശയമാണ്. അപ്പോഴാണ് ഹനുമാൻ തൻ്റെ യഥാർത്ഥ രൂപം പുറത്ത് കാണിക്കുന്നത്. അധ മിഥില നൃപതി സുതയോടു ചൊല്ലിടിനാൻ അഞ്ജനാപുത്രൻ പ്രപഞ്ചനനന്ദനൻ ഇതു കരുതുക മലരിലിങ്ങനെയുള്ളവരിങ്ങിരുപത്തൊന്നു വെള്ളം പടവരും പവനസുത മൃദുവചനമിങ്ങനെ കേട്ടുടൻ പത്മപത്രാക്ഷിയും പാർത്തു ചൊല്ലിടിനാൾ അതിവിമലൻ അമിതബലനാശരവംശത്തിനന്തകൻ നീ അതീനന്തരമില്ലടോ രജനി വിരവുടു കഴിയുമിനിയുഴറുകെങ്കിൽ നീ രാക്ഷസ സ്ത്രീകൾ കാണാതെ നിരാകുലം ജലനിധിയും അതിചപലമിന്നേ കടന്നങ്ങു ചെന്നു രഘുവരനെ കാൺക നന്ദനാ മമ ചരിതമഖിലമറിയിച്ചു ചൂടാരത്നമാശു തൃക്കൈയിൽ കൊടുക്ക വിരവൈ നീ. വിരവിനോടു വരിക രവിസുതനുമൊരു സൈന്യവും
വീരപുമാന്മാരിരുവരുമായി ഭവാൻ വഴിയിലൊരു പിഴയും ഉപരോധവുമെന്നിയെ വായുസുതാ പോക നല്ലവണ്ണം ധ്രുവം വിനയഭയ കുതുക ഭക്തി പ്രമോദാന്വിതം വീരൻ നമസ്കരിച്ചിടിനാനന്ദികേ പ്രിയവചന സഹിതനഥലോകമാതാവിനെ പിന്നെയും മൂന്നു വലത്തു വെച്ചിടിനാൻ വിടതരിക ജനനി വിടകൊള്ളുവാനടിയനു വേഗേന ഖേദം വിനാവാഴ്ക സന്തതം. അങ്ങനെ സീതാദേവിയെ പ്രദക്ഷിണം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഹനുമാൻ മടക്കയാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. ആ യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് ഹനുമാൻ്റെ മനസ്സിലൊരു ചിന്ത ഉണ്ടാവുകയാണ്. ഇവിടെ ഇത്രയൊക്കെ വന്ന സ്ഥിതിക്ക് ഏതായാലും ലങ്കയിൽ ചില അടയാളങ്ങളൊക്കെ കൊടുത്ത് തിരിച്ചു പോകാം. ഇനി ലങ്കാമർദ്ദനമാണ്. ചെറുതകലെയൊരു വിടപിശിഖരവും അമർന്നവൻ ചിന്തിച്ചു കണ്ടാൻ മനസീജിതശ്രമം പരപുരിയിലൊരു നൃപതി കാര്യാർത്ഥമായതി പാടവമുള്ളൊരു ദൂതം നിയോഗിച്ചാൽ സ്വയമതിനൊരഴിനിലയൊഴിച്ചു സാധിച്ചത് സ്വസ്വാമി കാര്യത്തിനന്തരമിന്നിയെ നിജഹൃദയ ചതുരതയോട് അപരമൊരു കാര്യവും നീതിയോടെ ചെയ്തു പോമവനുത്തമൻ. ഒരു മഹാകാര്യം സാധിച്ചു പോകുമ്പോൾ കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി നിറവേറ്റി പോകുന്നവനാണ് ഉത്തമനായിട്ട് വരുന്നത്. അതുകൊണ്ട് എൻ്റെ ഭാഗത്തു നിന്നും ചില കാര്യങ്ങൾ ലങ്കയിൽ ചെയ്യാൻ വേണ്ടി പോവാണെന്ന് ഹനുമാൻ തീരുമാനിക്കുകയാണ്. അതിനു മുഹുരഹം അഖില നിശിചരകുലേശനയൻപോടു കണ്ടു പറഞ്ഞു പോയിടണം അതിനു പെരുവഴിയും ഇതു സുദൃഢമിതി ചിന്ത ചെയ്താരാമമൊക്കെ പൊടിച്ചു തുടങ്ങിനാൻ മിഥില നൃപമകൾ മരുവും അതിവിമല ശിംശപാ വൃക്ഷമൊഴിഞ്ഞുള്ളതൊക്കെ തകർത്തവൻ കുസുമതല ഫലസഹിത ഗുൽമവല്ലീ തരു കൂട്ടങ്ങൾ പൊട്ടിയലറി വീഴും വിധൗ ജനനിവഹ ഭയജനനനാദഭേദങ്ങളും ജംഗമജാതികളായ പദത്രികൾ അതിഭയമൊടഖില ദിശി ദിവിഖലു പറന്നുടൻ ആകാശമൊക്കെ പരന്നൊരു ശബ്ദവും രജനിചരപുരി ഝടിതി കീഴ്മേൽ മറിച്ചിതു രാമദൂതൻ മഹാവീര്യപരാക്രമൻ ഭയമൊടതു പൊഴുതു നിശിചരികളും ഉണർന്നിതു പാർത്തനേരം കപി വീരനെ കാണായി ഇവൻ അമിത ബലസഹിതനിടി നിനതമൊച്ചയുമെന്തൊരു ജന്തുവീതെന്തിനു വന്നതും സുമുഖി തവ നികടഭുവി നിന്നു വിശേഷങ്ങൾ സുന്ദര ഗാത്രി ചൊല്ലിലയോ ചൊല്ലേടോ മനസി ഭയമധികമിവനെ കണ്ടു ഞങ്ങൾക്കു മർക്കടാകാരം ധരിച്ചിരിക്കുന്നിതും നിശിതമസി വരുവതിനു കാരണമെന്തു ചൊൽ നീ അറിഞ്ഞിലയോ ചൊല്ലിവനാരെടോ രജനിചരകുലരചിതമായ കളൊക്കവേ രാത്രിഞ്ചരന്മാർക്കൊഴിഞ്ഞറിയാവതോ ഭയമിവനെ നികടഭുവി കണ്ടു മന്മാനസേ പാരം വളരുന്നിതെന്താവതീശ്വര അവനി മകളവരുടിതു ചൊന്ന നേരത്തവരാശു ലങ്കേശ്വരനോടു ചൊല്ലിടിനാർ ഒരു വിപിനചരനമിതബലനചല സന്നിഭനുദ്യാനമൊക്കെ പൊടിച്ചു കളഞ്ഞിതു പൊരുവതിനു കരുതിയവൻ അപഗത ഭയാകുലം പൊട്ടിച്ചിതു ചൈത്യപ്രാസാദമൊക്കവേ മുസലധരൻ അനിശമതു കാക്കുന്നവരെയും മുൽപ്പെട്ടു തച്ചു കൊന്നിടിനാനശ്രമം ഭുവനമതിലൊരു വരെയും അവനു ഭയമില്ലഹോ പോയീലവന വിടുന്നിനിയും പ്രഭോ ദശവദനനിധി രജനിചരികൾ വചനം കേട്ടു ദന്തശൂകോപമക്രോധ വിവശനായി ഇവനിവിടെ നിശിതമസി ഭയമൊഴിയെ വന്നവൻ ഏതൂമെളിയവൻ അല്ലെന്നു നിർണയം നിശിതശരകുലിശമുസലാദ്യങ്ങൾ കൈക്കൊണ്ടു നിങ്ങൾ പോകാശു 100,000 വീരന്മാർ നിശിചരകുലാധിപാജ്ഞാകാരകന്മാരതി നിർഭയം ചെല്ലുന്നതു കണ്ടു മാരുതി ശിഖരികുലമുടുമ
അവനി മുഴുവനിളകും വണ്ണം സിംഹനാദം ചെയ്തതു മോഹിച്ചു വീണിതു സംഭ്രമത്തോടു അടുത്തിടിനാർ പിന്നെയും. അങ്ങനെ രാക്ഷസന്മാർ ഹനുമാനെ അങ്ങ് പിടിച്ച് കെട്ടിക്കളയാം എന്ന് വിചാരിച്ച് വരുമ്പോൾ ഹനുമാൻ അതിഭീമാകാരമായ ശരീരത്തെ സ്വീകരിക്കുകയും അതിഗംഭീര ശബ്ദത്തോടുകൂടി അട്ടഹസിക്കുകയും ചെയ്തുകൊണ്ട് രാക്ഷസന്മാരെ ഭയപ്പെടുത്തുകയാണ്. ഏതായാലും ലങ്കയെ തകർത്ത ശേഷമാണ് ഹനുമാൻ തിരിച്ചു പോകുന്നത്. നമുക്ക് ഇന്ന് ഈ ഭാഗം ഇവിടെ പാരായണം ഉപസംഹരിക്കാം. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.